നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് സെറ്റ്സ് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതിന് ഒരു ജസ്റ്റിഫിക്കേഷനും കൂടെ കൊടുക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ട് സെറ്റ് ആകുന്നു, എന്തുകൊണ്ട് സെറ്റ് ആകുന്നില്ല എന്ന് നോക്കാം. ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ദ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. The collection of all months of a year beginning with the letter J. ജയിൽ തുടങ്ങുന്ന എല്ലാ മാസങ്ങളുടെയും കളക്ഷൻ അതെന്ന് പറയുന്നത് ഒരു സെറ്റ് ആകുമോ എന്ന് നോക്കിക്കേ. ഏതൊക്കെ മന്താ വരുന്നത്? ജാനുവരി, ജൂൺ, ജൂലൈ ആണല്ലോ. അപ്പോ ഈ സെറ്റ് ഈ കളക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. therefore it's an example of a set. ഇപ്പൊ നമുക്ക് കൊടുക്കാമല്ലോ. സെറ്റിനകത്ത് ജാനുവരി, ജൂൺ, ജൂലൈ കൊടുക്കാം. the collection is well defined, therefore it is a set. okay, then രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the collection of 10 most talented writers of India. ഇന്ത്യയിലെ 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സിന്റെ സെറ്റ് കളക്ഷൻ അത് സെറ്റ് ആവുമെന്ന് ആകൂ? ഇല്ല അല്ലേ? ആരാണ് കൂടുതൽ ടാലന്റ് ഉള്ളത് ഇല്ല എന്ന് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും? അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ഇല്ല. therefore this collection is not well defined, which is not possible to decide who is talented and who is not. എന്താണ്? ആരാണ് ടാലന്റ് ഉള്ളത്, ആരാണ് ടാലന്റ് ഇല്ലാത്തതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. therefore it is not a set, it's not well defined. ഇവിടെ നമുക്ക് പറയാം ഇറ്റ്സ് നോട്ട് എ സെറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിസൈഡ് റൈറ്റർ ഹു ഈസ് ടാലന്റഡ് ഓർ നോട്ട്. Then a team of 11 best cricket batsmen of the world. വേൾഡിലെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ പറയാൻ പറ്റുമോ നമുക്ക്? 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ ഇല്ല. അത് ഓരോരുത്തരുടെ അനുസരിച്ച് ഇരിക്കുകയല്ലേ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ആരാണെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് possible to predict who is best or who is not. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. the collection is not well defined, it is not possible to decide who is the best or who is most talented or who is not. അപ്പോൾ therefore it's not an example of a set. then a team of അത് കഴിഞ്ഞു. the collection of all boys in your class. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ സെറ്റ്, ബോയ്സിന്റെ കളക്ഷൻ സെറ്റ് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിലൊരു കുട്ടിയെ കടന്നു കൂടുവോ? ഇല്ലല്ലോ, ലിസ്റ്റിനകത്ത് ഇല്ല. അപ്പൊ അതെന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. therefore it is an example of a set. okay, അപ്പൊ അതിന്റെ റീസൺ എന്ത് എഴുതാം? ഇറ്റ്സ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. then the collection of all natural numbers less than 100. 100ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ 1 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതും അല്ലേ? ദാറ്റ്സ് വെൽ ഡിഫൈൻഡ്. therefore it's an example of a set. then a collection of novels written by the writer മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയിട്ടുള്ള നോവൽസിന്റെ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ് അല്ലേ? അദ്ദേഹം എഴുതിയിട്ടുള്ള നോവൽസ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോ അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് an example of a set. then the collection of all even integers. എല്ലാ ഈവൻ ഇന്റിജേഴ്സും 2, 4, 6, 8. നമുക്കറിയാം വേറൊരാൾ വന്നിട്ട് ഇതല്ലാത്ത നമ്പർ പറയത്തില്ലല്ലോ. എന്തായാലും 2, 4, 6, 8 എന്നൊക്കെ പറയുന്നത് ഈവൻ ഇന്റിജേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. therefore it is an example of a set. then the collection of questions in the chapter. എന്താണ്? the collection of all questions in your textbook എന്ന് പറഞ്ഞാലും the collection of all questions in your chapter എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആയിക്കോട്ടെ, അതെന്ന് പറയുന്നത് എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. therefore it's an example of a set. then the collection of most dangerous animals in the world. എന്താണ്? വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് അതിന്റെ കളക്ഷൻ. അങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ക്രൈറ്റീരിയ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഹൂ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് ഹൂ ഈസ് നോട്ട് എന്ന്? ഇല്ല അല്ലെ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിസൈഡ് ഹൂ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ഓർ ഹൂ ഈസ് നോട്ട്. therefore it is not well defined and therefore it is not an example of a set. okay, അപ്പൊ ഇതിനകത്ത് നമ്മുടെ എന്താണ്? മന്തിന്റെ കളക്ഷൻ, ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മന്തിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ
എന്താണ് നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ നാച്ചുറൽ നമ്പേഴ്സ് 100-നേക്കാളും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ, മുൻഷി പ്രേംചന്ദ് എഴുതിയിട്ടുള്ള നോവൽസിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇന്റീജേഴ്സ്, പിന്നെ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ചാപ്റ്റർ, ദെൻ ദ കളക്ഷൻ ഓഫ് ഇത്രയേ ഉള്ളൂ. കളക്ഷൻ ഓഫ് മോസ്റ്റ് അവസാനത്തത് സെറ്റിൽ വരില്ല. അപ്പോൾ ഇത്രയാണ് എന്തിൽ വരുന്നത്, സെറ്റ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. സെറ്റ് ആക്കാൻ പറ്റുന്നത് ഇത്രയാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇൻസേർട്ട് അപ്രോപ്രിയേറ്റ് സിംബൽ എപ്സിലോൺ ഓർ എപ്സിലോൺ നോട്ട്. നമുക്ക് അറിയാമല്ലോ എന്താണ് ബിലോങ്സ് ടു ആണോ നോട്ട് ബിലോങ്സ് ടു ആണോ എന്നുള്ള സിമ്പിൾ ചേർത്ത് എഴുതാൻ. ബിലോങ്സ് ടു എന്ന് വെച്ചാൽ എന്താണ്, സെറ്റിലെ മെമ്പർ ആണോ അല്ലയോ എന്ന് എഴുതുക. ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. 5 സെറ്റിനകത്തുണ്ടോ, ഉണ്ട്. 5 ബിലോങ്സ് ടു എ. 8 ഉണ്ടോ എന്ന് നോക്കിക്കേ, ഇല്ല. 6 വരെ ഉള്ളൂ, നോട്ട് ബിലോങ്സ് ടു. 0 ഇതിനകത്തുണ്ടോ, ഇല്ല, നോട്ട് ബിലോങ്സ് ടു. ദെൻ 4 നമ്മുടെ സെറ്റിനകത്തുണ്ട്, 4 ഇതിനകത്തുണ്ട്, 4 ബിലോങ്സ് ടു എ ആണ്. 2 ബിലോങ്സ് ടു എ ആണ്, സെറ്റിനകത്തുണ്ട്. 10 നമ്മുടെ സെറ്റിനകത്തില്ല, therefore നോട്ട് ബിലോങ്സ് ടു എ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തേത് റോസ്റ്റർ ഫോമിലോട്ട് നമ്മുടെ സെറ്റിനെ എഴുതാനാണ്. സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ ഇന്റീജർ. ഈവൻ ഇന്റീജർ ആണ്, ഇന്റീജർ ആണ്, ഈവൻ ആണ്. എക്സിന്റെ വാല്യൂ എക്സ് ലൈസ് ബിറ്റ്വീൻ -3 and 7. -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഇല്ല, അതുകൊണ്ട് -3ഉം 7ഉം എടുക്കില്ല. അതിനിടയിൽ വരുന്ന ഇന്റിജേഴ്സിനെ നമ്മൾ എടുക്കാം. അപ്പൊ നോക്കാലോ, -3 മുതൽ -7 അതിന്റെ ഇടയിൽ വരുന്ന ആരൊക്കെയാണ്, -2 -1 0 1 2 3 4 5 6 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6-നേക്കാളും കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. അപ്പൊ 0 എന്നല്ല, നാച്ചുറൽ നമ്പർ ആണ്. 1 മുതൽ 2 3 4 5 6 എഴുതട്ടെ, വേണ്ട അല്ലേ, ലെസ് ദാൻ 6 ആണ്. 6-നേക്കാളും കുറവ് മതി, അപ്പോ 5 വരെയുള്ള നമ്പേഴ്സ് മതി. ഇനി C is the set of all x such that x is the 2-digit natural number such that the sum of the digits is 8. എന്താണ്, 2 അക്ക സംഖ്യയാണ്, 2 അക്ക എണ്ണൽ സംഖ്യയാണ് നമുക്ക് വേണ്ടത്. 2-digit നാച്ചുറൽ നമ്പർ ആണ് വേണ്ടത്. വെറുതെ എല്ലാം നമുക്ക് എഴുതണ്ട, ആ ഡിജിറ്റ്സ് സംഖ്യകൾ കൂട്ടി നോക്കിയാൽ 8 വരുന്ന നമ്പേഴ്സ് മാത്രം മതി. അപ്പോൾ ഡിജിറ്റ്സ് കൂട്ടുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഇത്. നോക്കാം, നമുക്ക് 1ഉം 7ഉം കൂടെ കൂട്ടിയാൽ 1 7 18 വരും, 8 വരുമല്ലോ, 1 + 7. ഇനി 2ൽ സ്റ്റാർട്ട് ചെയ്താലോ 2 6 26. ദെൻ 35 40, ഇവിടെ നിന്ന് ഒന്ന് കുറച്ചാൽ മതി, 44. ഇവിടെയോ 53. ദെൻ 62 71 80. നോക്കിക്കേ, 17 7 + 1 8 2 + 6 3 + 5 4 + 4 5 + 3 6 + 2 7 + 1 8 + 0. അപ്പോൾ 17 26 35 44 53 62 71 80 ഈ നമ്പേഴ്സ് ആണ് എന്താണ്, 2 അക്ക സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്, സംഖ്യകളുടെ അക്കങ്ങളുടെ ഡിജിറ്റ്സിന്റെ സമ്മ 8 വരുന്ന സംഖ്യകൾ. ക്ലിയർ ആണല്ലോ. ഫോർത്ത് വൺ, D is equal to set of all x such that x is a prime number which is a divisor of 60. 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്, അത് മാത്രമാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന സെറ്റിനകത്ത് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 60യുടെ പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. നമുക്ക് 60യെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 30 2 15 3 5 അല്ലെ. അപ്പൊ 2 × 2 × 3 × 5 ദാറ്റ് ഈസ് 2ഉം 3ഉം 5ഉം ആണ് നമ്മുടെ 60യുടെ പ്രൈം ഫാക്ടേഴ്സ്, അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 60യെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈം ആയിട്ട് വരുന്ന ഡിവൈസേഴ്സ് ആരൊക്കെയാണ്, 2 3 5. ഇവർ 3 പേരും ആയിരിക്കും നമ്മുടെ ഈ സെറ്റിനകത്ത് ഉണ്ടാവുക. Then next one, E എന്ന് പറയുന്ന സെറ്റ് ആണ് the set of all letters in the word trigonometry. നമുക്കറിയാലോ ത്രികോണമിതി, ട്രിഗണോമെട്രിയുടെ ആ ലെറ്റേഴ്സ് മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു സെറ്റ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ E is equal to T R I
GON, O എഴുതണ്ട, O ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. MET ഇവിടെ ഉണ്ട്, R ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് Y മതി അല്ലെ. അപ്പോൾ 2 പ്രാവശ്യം ഒന്നും നമ്മൾ ഇതിനകത്ത് എഴുതണ്ട. സെറ്റിനകത്ത് ഒരു പ്രാവശ്യം ഒരു ലെറ്റർ എഴുതിയാലും മതിയാകും. Then F എന്ന് പറയുന്നത് the set of all letters in the word better. better എന്ന് പറയുന്ന വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാനാണ്. B E T, രണ്ടും T ആണ്, എഴുതണ്ട. E ഒരു പ്രാവശ്യം E നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി R, BETR, അത് മാത്രം മതി നമ്മുടെ F എന്ന് പറയുന്ന സെറ്റിനകത്ത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുക. റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട്, സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3, 6, 9, 12 ആണ്. 3, 6, 9, 12 ആരുടെ മൾട്ടിപ്പിൾസ് ആയത്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. ഒരുപാട് പേരൊന്നുമില്ല. 3 into 1, 3 into 2, 3 into 3, 3 into 4 വരെ വരുന്നത് അല്ലെ. 3 ഗുണം 4 ആണ് 12. അതുവരെയുള്ള ഗുണിതങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു പേര് കൊടുക്കാം? A എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാ വരുന്നത്? 3യുടെ മൾട്ടിപ്പിൾ അല്ലെ. അപ്പൊ 3n എന്നായിട്ട് എഴുതാമല്ലോ. 3n ആണ്. ഇനി n എന്താണ്? വേർ n is a natural number. n is a natural number. പിന്നെ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? n is a natural number. അങ്ങ് എത്ര വേണമെങ്കിലും പോവോ? ഇല്ല. ഏതുവരെ ഉള്ളൂ? 4 വരെ ഉള്ളൂ അല്ലേ. അപ്പോൾ 3 into 1, 3 into 2, 3 into 3, 3 into 4 ആയപ്പോൾ 12 ആയി. 5 ഉള്ള വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ ലെസ് ദാൻ ഏത് മതി? 5. ലെസ് ദാൻ 5, where x is equal to 3n, where n is a natural number and is less than 5. Then രണ്ടാമത്തേത് നമുക്ക് B എന്ന് പേര് കൊടുത്തേക്കാം. നമുക്ക് വേണ്ടത് 2, 4, 8, 16, 32 എന്ന് പറയുന്ന സെറ്റ് ആണ്. അപ്പൊ 2, 4, 8 എന്ന് പറയുന്ന സെറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 4 എന്ന് പറഞ്ഞാല് 2 square, 8 2 raised to 3, 16 2 raised to 4, 32 2 raised to 5. അതായത് 2 raised to നമ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്, 2ന്റെ പവേഴ്സ്. അപ്പൊ മാറുന്നത് പവർ ആണ് മാറുന്നത് അല്ലെ. അവിടെ നമുക്ക് n കൊടുക്കാം. n-ന് 5 വരെയുള്ള വാല്യൂസ് കൊടുത്താൽ മതിയല്ലോ അല്ലെ. അപ്പൊ B എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 മാറുന്നില്ല, മുകളിൽ n മാറും. എക്സ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു n. n എന്താണ്? n ഈസ് എ നാച്ചുറൽ നമ്പർ. n ബിലോങ്സ് ടു n, വേറെ n ഈസ് എ നാച്ചുറൽ നമ്പർ. പിന്നെ n-ന്റെ വാല്യൂ ഏതുവരെയാ പോകുന്നത്? 5 വരെ അല്ലെ. 1 മുതൽ 5 വരെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? വേർ n ലെസ് ദാൻ 6 കൊടുക്കാം. വേർ n ലെസ് ദാൻ 6 എന്നോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നോ കൊടുക്കാം. ഓക്കെ, n നാച്ചുറൽ നമ്പേഴ്സേ കൊടുക്കാൻ പാടുള്ളൂ. n-ന്റെ വാല്യൂ 6-നേക്കാളും കുറവായിരിക്കണം. അങ്ങനെ n-ന് പകരം വാല്യൂ കൊടുത്ത് എഴുതുന്ന സെറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് 525 എന്ന് പറയുന്ന സെറ്റാണ്. അവിടെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. 5 raised to 1, then 25 means 5 square, 125 5 raised to 3 ആണ്, 625 5 raised to 5 ആണ് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? C is equal to set of all x such that x is equal to 5 മാറുന്നില്ല, മുകളിൽ n മാറുന്നുണ്ട്. n നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ കൊടുത്താൽ മതി, നാച്ചുറൽ നമ്പർ കൊടുത്താൽ മതി. n-ന് ഏതുവരെ പോയാൽ മതി? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഞാൻ ഒന്ന് മാറ്റി എഴുതി. ഇവിടെ നമ്മൾ ലെസ് ദാൻ 6 കൊടുത്ത പോലെ ഇവിടെ ലെസ് ദാൻ 5 കൊടുത്താലും മതി. ഞാനിപ്പോൾ ലെസ് ദാനും ഈക്വൽ ടു കൂടെ ചേർത്ത് 4 വരെ കൊടുക്കാം. അപ്പോൾ 4 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് 5ന്റെ പവർ ആയിട്ട് കൊടുത്ത് എഴുതിയിരിക്കുന്ന സെറ്റ് ആണ് ഇത്. ഓക്കെ, ദെൻ അടുത്തത് 4th വൺ എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് 2 4 6 8 ആണ്. അപ്പൊ 2 4 6 8 അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എന്ത് നമ്പേഴ്സ് ആണ്? ഈവൻ നമ്പേഴ്സ് ആണ്. എന്ത് നമ്പേഴ്സ്? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. എന്ത് ചെയ്യുന്നില്ല അല്ലെ, അങ്ങ് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. നെഗറ്റീവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈവൻ ഇൻറ്റിജേഴ്സും നമുക്ക് എഴുതായിരുന്നു. ഇപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി 1 4 9 അങ്ങനെ തുടങ്ങുന്ന 100 വരെയുള്ള നമ്പേഴ്സ്.
പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ, പൂർണ്ണവർഗ സംഖ്യകളാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എന്ന് കൊടുക്കാം അല്ലെ, ABCD. ഇവിടെ നമ്മളൊരു പേര് ഇവിടെ ഡി കൊടുക്കാം, ഇവിടെ ഇ കൊടുക്കാം, ഇവിടെ ഇ. ദെൻ 1 4 9 എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ അല്ലെ. നോക്കിക്കേ, സെറ്റ് എഴുതുമ്പോ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, ഇങ്ങനെ നമ്മൾ 10 സ്ക്വയർ വരെ എഴുതും. ഇവിടെ നോക്കിക്കേ, ആ പവർ 2 മാറുന്നില്ല, താഴെ ഇതേ കണ്ടോ, ഇവിടെ 1 2 3 ഇവിടെയാണ് മാറുന്നത്. അപ്പൊ നമുക്ക് എവിടെ n കൊടുക്കണം നോക്കിക്കേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 2 3 മാറുന്നിടത്ത് n കൊടുക്കുക. പവർ എല്ലാ സ്ഥലത്തും 2 തന്നെയാണ്, അത് മാറുന്നില്ല. അതൊക്കെ നമ്മൾ സീക്വൻസിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ഈ എന്നിന്റെ പ്രത്യേകത എന്താണ്? n ഈസ് എ നാച്ചുറൽ നമ്പർ. ഇനി എന്നിന്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ പോകുന്നുണ്ട്? 1 മുതൽ 10 വരെ പോകുന്നുണ്ട് അല്ലെ. അപ്പോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കൊടുക്കാം? 10 കൊടുക്കാം അല്ലെ. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോ 10 എടുക്കാം, 10ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സും എന്നിന് പകരം കൊടുക്കാം. 10 9 8 7 തുടങ്ങി 1 വരെ നമുക്ക് ഇങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ ഈ സെക്ഷൻ? 5th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഓൾ എലമെന്റ്സ് ഇൻ ദ സെറ്റ്. സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ലിസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, എ സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ, ഇത്ര മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഓഡ് നമ്പർ ആയിരിക്കണം അല്ലെ. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? 1 ഒറ്റ സംഖ്യകളാണ് അല്ലെ. 3 5 7 9 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സ് വേണം നമുക്ക് ആദ്യത്തെ സെറ്റിൽ വരാൻ. അത്രയല്ലേ നമുക്ക് പറയുന്നുള്ളൂ. രണ്ടാമത്തേത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഒരു ഇൻറ്റിജർ ആണ്. നെഗറ്റീവ് വാല്യൂവും സീറോയും പോസിറ്റീവ് വാല്യൂസും ഒക്കെ വരാം. -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. പക്ഷെ നമ്മുടെ എക്സിന്റെ വാല്യൂ -1/2നും 9/2നും ഇടയിലാണ്. -1/2 എന്ന് വെച്ചാൽ എന്താണ്? -0.5 അല്ലേ. 9.5 എന്ന് പറഞ്ഞാൽ 9/2 എന്ന് വെച്ചാൽ എത്രയാണ്? 4.5, 4.5. അപ്പോൾ -0.5ഉം 4.5നും ഇടയിൽ വരുന്ന ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താണ് 0.5 കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന എല്ലാ ഇൻറ്റിജേഴ്സും വേണം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വേണം? 0 വേണം, 1 2 3 4 വരെ നമുക്ക് എടുക്കാം. കാരണം നമ്മുടെ കയ്യിൽ 4.5 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് 4 വരെ എടുക്കാം. ദാറ്റ് ഈസ് 0 1 2 3 4 3 നമ്പേഴ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇനി സി എന്ന് പറയുന്നത് സി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ ആണ്, ശ്രദ്ധിച്ചോളുക. അപ്പൊ നമുക്ക് തെറ്റിക്കുന്നത് ഇവിടെ വരുന്ന നാച്ചുറൽ നമ്പർ ആണോ ഇൻറ്റിജർ ആണോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 4നേക്കാളും ചെറുതായിരിക്കണം. അങ്ങനത്തെ എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് നമുക്ക് എഴുതാം. എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് 4നേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം. 2 സ്ക്വയർ, 2 എക്സിന് 2 കൊടുത്താൽ 2ന്റെ സ്ക്വയർ 4 ആണ്. കറക്റ്റ് 4 വരുന്ന ഡി ഈക്വൽ കൊടുക്കുക അവിടെ. പിന്നെ 1 കൊടുത്താലോ, എക്സ് 1 ആയാൽ 1 സ്ക്വയർ 1 ആണ്, 4നേക്കാളും ചെറുതാണ്, ഇൻറ്റിജർ ആണ്. ഇനി ഇൻറ്റിജർ ആയതുകൊണ്ട് 0യും എടുക്കാം. 0യുടെ സ്ക്വയർ 4നേക്കാളും ചെറുതല്ലേ? ആണ്. ഇനി ഇൻറ്റിജർ ആയതുകൊണ്ട് -1 എടുത്തൂടെ? -1ന്റെ സ്ക്വയർ എത്രയാണ്? +1 ആണ്, 4നേക്കാളും ചെറുതാണ് 1. ഇനി -2 എടുക്കാം എക്സിന് പകരം. -2ന്റെ സ്ക്വയർ എടുത്താൽ എന്തുവാണ്? +4 ആണ് വരുന്നത്. 4 എടുക്കാമല്ലോ. അപ്പൊ നമ്മുടെ സി എന്ന് പറയുന്ന സെറ്റിനകത്ത് -2 -1 0 1 2 ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മുടെ സിക്കകത്ത് ഉള്ളത്. ഇനി നമുക്ക് ഡി എന്ന് പറയുന്ന സെറ്റ് നോക്കിയാലോ. ഡി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. സിമ്പിൾ ആണ്. ലോയൽ എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സിന്റെ സെറ്റ് ആണ് നമ്മുടെ ഡിക്കകത്ത് വേണ്ടത്. അപ്പൊ നോക്കാമല്ലോ. L O Y A, അടുത്ത് L ആണ് വേണ്ട. നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. L O Y A, അത്രയും മതി നമ്മുടെ സെറ്റിനകത്ത്. ഓക്കെ. ദെൻ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇ എന്ന് പറയുന്ന സെറ്റ് ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മന്ത് ഓഫ് ദ ഇയർ നോട്ട് ഹാവിംഗ് 31 ഡേയ്സ്. 31 ദിവസം വരാത്ത എല്ലാ മാസങ്ങളും എഴുതാം. 31 ദിവസം വരുന്നതല്ല, 31 ഡേയ്സ് വരാത്ത എല്ലാ മന്തും നമുക്ക് എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം ഏതാണ്? ഫെബ്രുവരി ആണല്ലേ. അപ്പൊ ഫെബ്രുവരി, ദെൻ മാർച്ച് വേണ്ട, ഏപ്രിൽ,
ഫെബ്രുവരി, ഏപ്രിൽ, മെയ് വേണ്ട, ജൂൺ അല്ലേ, ജൂൺ, ജൂലൈയും ഓഗസ്റ്റും വേണ്ട, പിന്നെ സെപ്റ്റംബർ, ദെൻ ഒക്ടോബർ വേണ്ട, നവംബർ. അപ്പോൾ ഇത്രയാണ്, അതായത് ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ ഇത്രയും മന്തിലാണ് 31 ദിവസം വരാത്തത്. ഓക്കെ, ദെൻ എഫ് നോക്കാം. Set of all x such that x is a consonant in the English alphabet which precedes k. Kക്ക് മുന്നേ വരുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സില് കൺസണൻസ് മാത്രം മതി, വവൽസ് വേണ്ട, എ ഇ ഐ യു ഒന്നും നമുക്ക് വേണ്ട. കെക്ക് മുന്നേ വരുന്ന ബാക്കി ലെറ്റേഴ്സ് വേണം. അപ്പൊ കെക്ക് മുന്നേ വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ അല്ലെ. ഇതിനകത്ത് കൺസണൻസ് മാത്രം മതി, അപ്പോ വവൽസ് ഒന്നും വേണ്ട നമുക്ക്. എ ഇ ഐ ഇത്രയും നമുക്ക് വേണ്ട. അപ്പൊ ബാക്കി ബി സി ഡി എഫ് ജി എച്ച് ജെ ഇത്രയും ലെറ്റേഴ്സ് മാത്രം മതി നമുക്ക് എഫ് എന്ന് പറയുന്ന സെറ്റ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ബി സി ഡി എഫ് ജി എച്ച് ജെ ഇത്രയും ലെറ്റേഴ്സ് ആണ് ഉണ്ടാവുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ഇതിനകത്ത് സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 6 2 3 MATHEICS 1 3 5 7 9 അങ്ങനെ കുറച്ച് സെറ്റ്സ് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. രണ്ടാമത്തത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. C, a set of all x such that x is a natural number and a divisor of 6. D, set of all x such that x is the letter of the word mathematics. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തേത് എക്സ് ഈസ് എ പ്രൈം നമ്പർ, ഒരു അഭാജ്യ സംഖ്യയായിരിക്കണം. ഡിവൈസർ ഓഫ് 6, 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറും ആയിരിക്കണം. അപ്പോൾ 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആരൊക്കെയാണ്? 6ന്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് 1 2 3 6 അല്ലെ. അതിൽ നമുക്ക് വേണ്ടത് അഭാജ്യ സംഖ്യകൾ മാത്രം മതി. അപ്പോൾ 1 വേണ്ട, 6 വേണ്ട, ബാക്കി ആരൊക്കെ മതി? 2ഉം 3ഉം മാത്രം മതി അല്ലെ. അപ്പൊ 2ഉം 3ഉം വരുന്ന സെറ്റാണ് ആദ്യത്തതിനകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10നേക്കാളും ചെറുതായിട്ട് വരുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ 10നേക്കാളും ചെറുത് മതി, ഓഡ് മതി, ഒറ്റ സംഖ്യയായിരിക്കണം. 10നേക്കാൾ ചെറിയ ഒറ്റ സംഖ്യകളുടെ സെറ്റ്. അപ്പൊ നോക്കിക്കേ, ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 1 3 5 7 9 അല്ലെ. അപ്പോ 10നേക്കാളും ചെറുതുമാണ്, ഓഡ് നമ്പേഴ്സും ആണ്. Then x is a natural number and is a divisor of 6. അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് മതി, 6ന്റെ ഡിവൈസർ ആയിരിക്കണം അല്ലെ. അപ്പൊ 6നെ എന്താ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എല്ലായിടത്തൂടെ 1ഉം 2ഉം 3ഉം 6ഉം എടുക്കാം നമുക്ക് അല്ലെ. നേരത്തെ നമ്മൾ ഒഴിവാക്കിയിരുന്ന എല്ലാ നമ്പേഴ്സും എടുക്കാം, കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഡി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമെറ്റിക്സ്. മാത്തമെറ്റിക്സിലെ വേർഡിന്റെ സെറ്റ് ആണ്, ദാറ്റ് ഈസ് MATHEICS. അപ്പൊ ഇതായിരിക്കും ഇവിടെ നമ്മൾ മാച്ച് ചെയ്യേണ്ട സെറ്റ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്